ഹലോ ഗൈസ്, ഞാൻ ഈ ഒരു ബിയർ റാങ്ക്ഡ് മാച്ച് സ്റ്റാർട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തേനും ലാസ്റ്റ് സോം വരെ ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ ടൈറ്റൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും കൂടി കളി സ്റ്റാർട്ട് അടിച്ചു. എന്തായാലും ഞാൻ കുറേ നേരത്തെ തന്നെ മോൺസ്റ്റർ ട്രക്ക് ഡ്രോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം മോൺസ്റ്റർ ട്രക്കും വന്ന് ഞങ്ങൾ അതേ കൂടെയായിരുന്നു കുറേ നേരമായിട്ട് എന്തായാലും ഓടിച്ചുകൊണ്ട് പോകായിരുന്നു. ഞാനായിരുന്നു എന്തായാലും ഓടിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇപ്പോഴത്തേനും 11 അലവും കാര്യങ്ങളും കൂടി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബൂയെ അടിക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തിലായിരുന്നു. അപ്പോഴത്തേനും ഞാൻ ഇതിലേ കയറിയിട്ട് അതിലെ വളച്ച് പാലത്തിൻ്റെ അടി കൂടെ നിന്നാൽ പോകുന്ന കരുതി. കാരണം മണ്ട ഫുൾ എനിമി ആയിരിക്കുമെന്ന് കരുതി ലാസ്റ്റ് സോൺ ആയതുകൊണ്ട്. അപ്പോഴത്തേനും 10 അലവായിട്ടുണ്ട്. ടീമേറ്റ് വണ്ടിയിൽ നിന്ന് ആടി മണ്ടയിലോട്ട് കയറിപ്പോവാം. അപ്പം ഞാനാണെങ്കിൽ അവൻ്റെ പുറകെ വണ്ടി എടുത്തുകൊണ്ട് പോകുമായിരുന്നു കേസ്. അപ്പോഴത്തേനും അവൻ അവിടെ നിന്നിട്ട് വീശി കാണിക്കുക വണ്ടി നിർത്താൻ പറയുന്നല്ലോ. അപ്പം ഞാനാണ് അവനെ എടുത്തുകൊണ്ട് ആ സൈഡ് വരെ നേഴ്സിന് വണ്ടിയും കെട്ടിക്കൊണ്ട് അങ്ങ് പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ എനിമീനെ അടുത്തെത്തുമ്പം വൈബ്രേഷൻ അടിക്കുന്ന ഓണാക്കിയിട്ടേക്കുമായിരുന്നു. അപ്പോഴത്തേനും എന്താ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് വൈബ്രേഷൻ, ഞാൻ ഒറ്റ ചാട്ടം ചാടി. നേരം പുറകെ ടീമേറ്റും ചാടിയപ്പോഴത്തേനും ടീമേറ്റിന് ഫുഡ് സ്റ്റെപ്പ്. ഒരുത്തനെ കണ്ട് അവനെ അടിച്ചു. അന്നേരം അവൻ ഗ്ലൂ ഇട്ടിട്ട് അവനെ വീണ്ടും അടിച്ചപ്പോഴത്തേനും അവൻ നല്ല ഡാമാണ്. എന്തായാലും അവനെ ഫിനിഷാക്കി. നേരം ഞാൻ മെഡ് അടിക്കുന്ന മറ്റേ ഡ്രോൺ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ അടി കിട്ടിയപ്പോൾ ഒരു സ്ഥലത്ത് ഗ്ലൂ ഇട്ടു. പക്ഷെ അപ്പുറത്തായിരുന്നു എനിമി. അവനെ നമ്മുടെ ടീമേറ്റ് ടീം വൈപ്പും കാര്യങ്ങളും ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ കൊന്ന എനിമിയുടെ ടീമേറ്റ് ആയിരുന്നു. എന്നിട്ട് നമ്മുടെ ടീമേറ്റ് റിവൈവ് ചെയ്തപ്പോഴത്തേനും ഞാൻ ഇവൻ്റെ ഇതിൽ കിടന്ന് 0 ആയിട്ട് എന്ന് വെച്ചാൽ റിപ്പർ കിറ്റ് വെച്ച് ഫുൾ തകർന്ന ഒരു ലെവൽ 4 വെസ്റ്റ്. ഞാൻ അടുത്ത് അതിന് റിപ്പർ കിറ്റ് അടിച്ചിട്ട് ഞാൻ എന്തായാലും ആ വെസ്റ്റും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. ഇവൻ അവിടെ കിടന്ന് വാടാന്ന് പറഞ്ഞ് ഭയങ്കര ഹോണടി. അപ്പം ഞാനാണെങ്കിൽ അവൻ്റെ അടുത്തോട്ട് ചെന്നു. എന്നിട്ട് ഞങ്ങൾ രണ്ടും കൂടി ഈ വണ്ടി എടുത്തില്ല കറങ്ങി നേരെ അങ്ങ് പോകുന്നത്. ഇപ്പം ഇത്തവണ ഇവനാണ് വണ്ടി ഓടിക്കുന്നത് ടൈറ്റൻ. അപ്പോൾ ആണെങ്കിൽ ഇവൻ പറയാണ് എന്തായാലും വീണ്ടും നമുക്ക് സോങ് കറങ്ങി തന്നെ പോകാമെന്ന്. അപ്പം ഞങ്ങൾ രണ്ടും കൂടി സോങ് കറങ്ങി എന്തായാലും പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ സോണിൻ്റെ അറ്റം ചേർന്ന് ഇത്തിരി പണിയായിരിക്കും എന്ന് എനിക്കും അറിയാം ഗൈസ്. കാരണം എപ്പോഴും അറ്റം ചേർന്ന് പോയാൽ ലാസ്റ്റ് സോൺ ആയതുകൊണ്ട് എനിമിക്ക് പിടിക്കാൻ പറ്റും. നമ്മൾ 8 അലയും കാര്യങ്ങളും ആയിട്ടുണ്ട്. അന്നേരം അവിടെ എത്തിയപ്പോഴത്തേന് എനിമിയുടെ വെടിവെപ്പ് സൗണ്ട്. ടീമേറ്റ് ആദ്യം ചാടി, പുറകെ ഞാനും ചാടി. അവൻ നേരെ കയറിപ്പോയി ഒരു മരത്തിൻ്റെ പുറകെ നിന്നപ്പോൾ ഞാൻ ചിലന്തി ഇട്ടിട്ടല്ല നേരെ കയറിപ്പോയി. ചിലന്തി എന്തെങ്കിലും ഉപകാരമില്ലായിരുന്നു. പക്ഷേ ഒരു എനിമീനെ കണ്ടു. അവൻ അവിടെ നിന്ന് മെഡ് അടിക്കുമായിരുന്നു സോണിൽ നിന്ന് കയറിയിട്ട്. അവനെ ഞാൻ അടിച്ച് നോക്കിട്ടു. എന്നിട്ട് ഈ സൈഡിൽ വന്നപ്പോഴത്തേനും എന്നെ ഒരാൾ അടിച്ചിട്ട് അപ്പോഴത്തേനും ഞാൻ ഗ്ലൂ ഇട്ട് കവർ വന്നു. പക്ഷേ അവൻ ഓറിയോൺ ഇട്ട് എന്നെ അടിച്ചു. പക്ഷേ ഞാൻ ലൈഫ് കയറാനായിട്ട് ഡ്രോണും കൂടി അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ സഹായത്തോടെ നമ്മുടെ ടീമേറ്റ് യൂമ്പി ഒക്കെ വെച്ചിട്ട് ആ ഓറിയോൺ പ്ലെയറിനെ എന്തായാലും അടിച്ചിട്ടിട്ട് എന്നെയും കാര്യങ്ങളും എന്തായാലും ഒന്ന് റിവൈവ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ രണ്ടും കൂടി റിവൈവ് ആയിട്ട് ഇപ്പം ഞാൻ ഇതിൽ പോകുമ്പോൾ എനിക്ക് കറക്റ്റ് 6-4 HP ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഇൻഹേലർ അടിച്ച് സൂപ്പർമെറ്റ് അടിക്കാനൊന്നും സമയം കിട്ടുന്നില്ല. അപ്പം ഞാൻ ഇവൻ്റെ പുറകെ ഓടി നേരെ പോയി വണ്ടി കയറി. ഇത്തവണ ഇവൻ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പം ഞാൻ നൈസിന് സൂപ്പർമെറ്റും കാര്യങ്ങളും അടിച്ച് എന്തായാലും HP ഫുള്ളാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇതിലെ വണ്ടി വെച്ച് വീണ്ടും കറങ്ങാൻ കരുതി ഈ വീടിന് ചുറ്റും. അന്നേരം ഇതിലെ കറങ്ങി വരുമ്പോഴാണ് കേസ് ഒരു എനിമി ഞങ്ങളെ ഈ മണ്ടേന്ന് അടിച്ചായിരുന്നു. ഈ മണ്ടേന്നാണെങ്കിൽ എനിക്കാണ് ഡാമ് കിട്ടിയ ഒരു 20 എത്രയോ. അപ്പം ടീമേറ്റ് ചാടിയപ്പോൾ തന്നെ ഞാനും പുറകെ ആടി. അവൻ അവിടെ ഗ്ലൂ കിട്ടുന്നപ്പം ഞാൻ ഇൻഹേലർ അടിച്ചുകൊണ്ട് ഞാനാണ് M10 കൈ പിടിച്ചുകൊണ്ട് നേരെ കയറിപ്പോയി. ആ എനിമി ഇങ്ങോട്ട് വന്നായിരുന്നു. അവൻ എന്തായാലും ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അവൻ MP40 കാര്യങ്ങളായിരുന്നു. അതേപോലെ തന്നെ അവൻ ഏതോ ഒരു സ്ക്വാഡിൻ്റെ ലാസ്റ്റ് മെമ്പറായിരുന്നു. എന്തായാലും ഒരു ടീം വെപ്പും കാര്യങ്ങളും കിട്ടി. M10 കാര്യങ്ങളും മാക്സ് ആയിട്ടുണ്ട്. നേരത്തേനും ഞാൻ ഇവിടെ വന്ന് സൂപ്പർമെറ്റും കാര്യങ്ങളും അടിച്ചു. എൻ്റെ ഇരുന്ന് പാരം കളഞ്ഞിട്ട് ഞാൻ പാനൊക്കെ ആക്കിയിട്ട് ഈ എനിമീനെ തെരഞ്ഞ് ഇതിൻ്റെ മണ്ട ഞാൻ കറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം ഈ സൈഡിലോട്ട് വന്നപ്പോഴത്തേനും നമ്മുടെ ടീമേറ്റിന് അടി കിട്ടി. അവൻ വണ്ടിയിൽ നിന്ന് ചാടി ഗ്ലൂ ഇട്ട് വെക്കുക. ഞാൻ ഗ്രോസ് എടുത്തൊരുത്തനെ കണ്ടിട്ടും അടിക്കുക. പക്ഷേ അവന് കയറുന്നില്ല, ഒന്നും എയിലൊക്കെ കിട്ടുന്നില്ല. എന്നിട്ട് വീണ്ടും അടിച്ചപ്പോൾ അവൻ്റെ ടീമേറ്റിന് അത് മൊത്തം അടിക്കാത്തതുകൊണ്ട് എന്തായാലും ആ കില്ലും കിട്ടിയില്ല. നമ്മൾ നോക്കുമ്പോഴത്തേനും അവന്മാർ എനിക്കിട്ടൊരു 95 HP ആക്കി. ഞാനിവിടെ 2 ഗ്ലൂ ഇട്ടിട്ടിരുന്നു. വീണ്ടും മെഡ് അടിച്ചു. അപ്പോഴത്തേനും നമ്മുടെ ടീം അവിടെ ഫൈറ്റ് എടുക്കുകയാണെന്ന് നേരത്തിട്ട് എന്തായാലും ഞാൻ ഫുൾ ലൈഫ് ഉണ്ടായിരുന്നു കണ്ട്. അപ്പോൾ താഴോട്ട് അടിപ്പോൾ വീണ്ടും ലൈഫ് കുറഞ്ഞു. വീണ്ടും ഞാനൊരു മെഡ് അടിച്ചിട്ട് എന്നിട്ട് ഗൈസ് എന്നിട്ടിപ്പോൾ കറക്റ്റ് ലാസ്റ്റാണ്. ഞാൻ ഫുട്ബോളായിട്ട് നേരെ M10 കൈ പിടിച്ചുകൊണ്ട് പോയി. ചിലന്തി ഇട്ടപ്പോഴത്തേന് ഫുട്ബോൾ പോകുന്ന കാര്യം പറഞ്ഞായിരുന്നു. എന്തായാലും ഫുട്ബോൾ പോയി. അപ്പോഴത്തേനും ഞാൻ നേരെ ഇവനെ അടിച്ചു. അവൻ്റെ ടീമേറ്റിനെ ഞാൻ നോക്കിയിട്ടു. അന്നേരമാണ് എൻ്റെ ടീമേറ്റ് നോക്കാവുന്നത് ഗൈസ് എന്നാലേ. എന്തായാലും ഞാൻ ഇവനെ ഫിനിഷ് ആക്കിയപ്പോഴത്തേക്കിനും ഞാൻ നോക്കുമ്പോൾ സൈഡ് ചെയ്യാനും അവനും കാര്യങ്ങളും ഞാൻ ഞെക്കി പിടിച്ചു വന്നിട്ട് കളി പോയി അടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പം
എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഇപ്പം ബെല്ലൈക്കൺ ഒന്ന് ഓൺ ആക്കിയിട്ടേക്ക്. അതേപോലെ ഹീറോ 2 സ്റ്റാറിലൊക്കെ പേരുന്ന 58+ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോ വരെ ബൈ ബൈ.